കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാഘോഷവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പ്രഖ്യാപനവും നടത്തി. കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് MA സുനിൽകുമാർ, തണൽ പ്രസിഡന്റ് MO ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് മുൻപേ വെയിലുമുണ്ട അവരുടെ തണലിൽ ഇപ്പോൾ അവർ കൊണ്ട വെയിൽ തണലായി അനുഭവപ്പെടുന്ന നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് അന്തസ്സോടെയുള്ള ഒരു വാർത്തയ്ക്ക് സമ്മാനിക്കുന്നുണ്ട്. നമ്മുടെ 3 പരിപാടികളാണ് നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം കൂടി നടത്തുന്നത്. ജില്ലയിലെ 2ാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് ഇപ്പോൾ കൊടകര പഞ്ചായത്ത്. ചെറിയ വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം 2ാം സ്ഥാനം. ഇതുപോലെ നല്ല നല്ല സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുകൂടാൻ കഴിയട്ടെ എന്നുള്ള ദീർഘായുസ്സുകൂടി നമ്മളുകൊണ്ട് സംസാരം എടുക്കുകയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിജി കേരള നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് ഡിജിറ്റൽ കൊടകരയായിട്ട് ഡിജി കൊടകരയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രായമായ 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാവരെയും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്ന രീതിയിൽ കേരളം മുന്നോട്ട് കുതിക്കുകയാണ്. സാക്ഷര കേരളം എന്ന് നമ്മൾ ആദ്യം സാക്ഷരതാ പ്രഖ്യാപനത്തിൽ പങ്കാളി